അനുപമയും പ്രതിഭയും എന്റെ ആൺമക്കളുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിയിട്ടുണ്ടെങ്കിലേ അതിനൊക്കെ തക്കതായ കാരണങ്ങളും ഉണ്ട്. ഇതങ്ങനെയല്ല. ഇവൻ ഇവിടെ ജീവിക്കുന്നതേ എന്റെ മകളുടെയും എന്റെ ഔദാര്യത്തിലാ, അല്ലാതെ ഇവന്റെ ചെലവുകൊണ്ടൊന്നുമല്ല. അല്ലേ? അച്ചുവെട്ടി കഴിയുന്നവനെ അടങ്ങി ഒതുങ്ങി കഴിയണം, അല്ലാതെ നെകളിക്കാൻ നിന്നാലേ കഴുത്തുളുക്കും. ആ, ഇവൻ എന്റെ മുമ്പിൽ വെച്ച് എന്റെ മകളുടെ നേരെ കൈ ഒങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഇവൻ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞേ പറ്റൂ. എന്താ അമ്മേ? ഒന്നുമില്ല മോനെ, മോൻ മരിച്ചു. എങ്ങോട്ട് പോവാ? എങ്ങോട്ടെങ്കിലും പോവോ എന്തിനാ? എനിക്കിവിടെ ഒരു സ്ഥാനമില്ലെന്ന് മനസ്സിലായി. എന്താ സത്യം? വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞാൻ സോനിയമ്മയോട് സംസാരിക്കായിരുന്നു ചേട്ടാ. അതിൻ്റെ ഇടയിൽ കയറി വന്ന് അമ്മ വീണ്ടും പ്രശ്നം വഷളാക്കി. രണ്ടുപേരും എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാ. ഞാൻ വന്നിട്ട് സംസാരിച്ച പോരാന്ന് സത്യ. ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് നിന്നോട് പറഞ്ഞല്ലേ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്തിനേട്ടാ. സോനയ്ക്ക് നേരെ കയ്യോങ്ങിയതിന് ഞാൻ അവളോട് മാപ്പ് പറയാതെ ഈ പ്രശ്നം തീരില്ല എന്തിനേട്ടാ. അതിനെന്തായാലും എനിക്ക് പറ്റത്തില്ല. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവളെ കൈവച്ചേനെ. നീ സോനയോട് മാപ്പ് പറയണമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും പറയില്ല ശ്യാമേ. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നീ ഇവിടുന്ന് ഇറങ്ങി പോകാനും പാടില്ല. അത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി പോവും. ഇന്ദിരേട്ടാ, ഞാനിവിടെ എങ്ങനെയൊക്കെയാ പിടിച്ചു നിൽക്കുന്നതെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല. എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇതിന്റെ അപ്പുറം എനിക്ക് പറ്റത്തില്ല ഇന്ദിരേട്ടാ. ഞങ്ങൾക്കെല്ലാം അറിയാം ശ്യാം. ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടും ഈ കുടുംബത്തിന്റെ ജീവശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഒന്നും നിനക്കാണ് മനസ്സിലാവാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്യാമേ, ഇവിടെ ജീവിച്ചു പോകാനേ ചില സൂത്രങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതറിയാത്തതുകൊണ്ടാ നീ ഇപ്പം ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഇന്ദിരേട്ടാ? ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതല്ല. സത്യം നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്ദിരേട്ടാ, ശ്യാമിനെ തൽക്കാലം നമുക്ക് തന്നെ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്താം. അല്ലാതെ വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. ശ്യാമ് കുറച്ച് ദിവസം അടുത്തില്ലാതിരിക്കുമ്പോൾ അവന്റെ വില സോന മനസ്സിലാക്കിക്കോളും. ഇല്ല സത്യ, സോനയും അമ്മയെപ്പോലെയായി മാറിക്കൊണ്ടിരിക്കുക. ആരെയും തിരിച്ചു വിളിക്കുന്ന ചരിത്രം നമ്മുടെ അമ്മയ്ക്കില്ലെന്ന് നിനക്കറിയാലോ. ശ്യാം ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നീട് നിനക്ക് നിന്റെ കുഞ്ഞിനെ പോലും കാണാൻ പറ്റിയെന്ന് വരില്ല. ഒഴിഞ്ഞു കൊടുക്കാതെ ഉറച്ചു നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. നീ വാ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ദിരേട്ടാ, അത് നീ വാ ശ്യാമേ, വാ. ഞാനല്ലേ വിളിക്കുന്നേ, വാ. നീ ഒന്നും വേണ്ട, ഞാൻ സംസാരിച്ചോളാം. നീ കൂടെ നിന്നാ മതി. സത്യ വാടാ, വാ. ഈശ്വര, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? സോനെ, 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 ഇടി സോനെ, കഥ തുറക്കാൻ. സോനെ, കഥ തുറക്കാൻ. ഇടി കഥ തുറക്കാൻ. ഇത് ഇന്ദ്രേട്ടനാണല്ലോ. സോനെ, സോനെ, കഥ തുറക്കാനാ പറഞ്ഞേ. കഥ തുറക്കാൻ. സോനെ, പുറത്തു വരാൻ. എടി ഇറങ്ങി വരാനാ പറഞ്ഞ. സോന, എടി വാതിൽ തുറക്കാൻ.
എന്താ ഏട്ടാ? സോനെ, ശ്യാമിന്റെ കൂടെ നീ ഇനി ജീവിക്കണമെങ്കിൽ ശ്യാം നിന്നോട് മാപ്പ് ചോദിക്കണം അല്ലേ? ഇവന് പകരം ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചാൽ മതിയോ? ഈ കുടുംബം തകർന്നു പോയിരുന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിക്കുക. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ നിന്റെ കാല് പിടിക്കാൻ ഞാൻ. മാപ്പ് പറയണത് പറഞ്ഞ ഞാനല്ല, അമ്മേ. അമ്മ ഓരോന്ന് കാണിക്കുന്നതിന് എല്ലാരും കൂടി എന്നെ എന്തിനാ കടിച്ചു കീറാൻ വരുന്നത്? മതി സോന, നിർത്ത്. പുറത്തിരിക്കുന്ന ആ മനുഷ്യന് കുറച്ച് ചൂടുവെള്ളം കൊടുക്കാൻ ഞാൻ പറഞ്ഞപ്പോ നീ ഇതേ വർത്തമാനം എന്നോട് പറഞ്ഞത്. അദ്ദേഹം നിന്റെ അച്ഛനാണെന്ന് അമ്മ നിന്നോട് പറഞ്ഞില്ലെന്ന്. ആ കാര്യത്തിലൊക്കെ നീ അമ്മയെ അംഗീകരിച്ചോ? പക്ഷേ നിന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ കാര്യത്തിൽ നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടായിരിക്കണം. അല്ലാതെ അമ്മയെ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ നിനക്ക് പിന്നെ അമ്മ മാത്രമേ കാണൂ. സ്വന്തം ഭർത്താവും സഹോദരന്മാരും ആരും നിനക്കുണ്ടാവില്ല. ആരും. അതുകൊണ്ട് എല്ലാവരും നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ശ്യാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതെ നോക്കേണ്ടത് നീയാ. മനസ്സിലായോ? ഇന്ദ്രേട്ടാ, ഈയൊരു നിലപാട് ഇന്ദ്രേട്ടൻ കുറച്ചുകൂടെ നേരത്തെ എടുക്കേണ്ടതായിരുന്നു.